ലോകത്തിൽ ഇപ്പോഴും വിസ്മയമായി തുടരുന്ന പല ചരിത്ര സ്മാരകങ്ങളും വിശ്വാസങ്ങളും നമ്മെ എപ്പോഴും അത്ഭുതപ്പെടുത്താറുണ്ട്. അത്തരത്തിൽ വിചിത്രവും ഒട്ടനവധി മനുഷ്യർ ഇന്നും വലിയൊരു പുണ്യമായി തേടിയെത്തുന്നതുമായ ഒരു അത്ഭുതത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വെൽക്കം ടു വ്രിഞ്ച് ഫയൽസ്. അയൽരാജ്യമായ ശ്രീലങ്കയിലെ സെൻട്രൽ ഹലാൻഡിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീപാദ അഥവാ ആദംസ് പീക്ക് എന്ന മലമുകളിലേക്ക് നോക്കിയാൽ മനുഷ്യ മനസ്സിനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വലിയ കാഴ്ച കാണാം. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2243 മീറ്റർ ഉയരമുള്ള കാണാൻ ഒരു പിരമിഡ് പോലെയുള്ള ഈ മലമുകളിൽ ഒരു വലിയ പാറയുണ്ട്. ആ പാറയുടെ മുകളിലാണ് മനുഷ്യന്റേതിന് സമാനമായ എന്നാൽ വളരെ വലിയൊരു പാദമുദ്ര പതിഞ്ഞിരിക്കുന്നത്. ലോകത്തിലെ പ്രധാനപ്പെട്ട പല മതവിശ്വാസങ്ങൾക്കും ഈ ഒരൊറ്റ കാൽപ്പാടിനെ കുറിച്ച് വ്യത്യസ്തമായ കഥകളും വിശ്വാസങ്ങളുമാണ് പറയാനുള്ളത്. എന്നാൽ ഇസ്ലാം മതവിശ്വാസ പ്രകാരം ഇതിന് വളരെ വലിയൊരു ചരിത്ര പ്രാധാന്യമുണ്ട്. സ്വർഗത്തിൽ നിന്നും അള്ളാഹുവിന്റെ കൽപ്പനയാൽ ഭൂമിയിലേക്ക് ആദ്യമായി ഇറക്കപ്പെട്ട മനുഷ്യനും ആദ്യ പ്രവാചകനുമായ ആദം നബി ഭൂമിയിൽ ആദ്യമായി കാലുകുത്തിയത് ഈ മലമുകളിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. സ്വർഗത്തിൽ നിന്നും വിലക്കപ്പെട്ട കനിഭക്ഷണത്തെക്കുറിച്ച് ഭൂമിയിലേക്ക് മാറ്റപ്പെട്ട ആദനബിയും ഹവ്വാ ബീവിയും ഭൂമിയുടെ 2 കോണുകളിലാണ് വന്നിറങ്ങിയത് എന്നാണ് ചരിത്രം പറയുന്നത്. അതിൽ ആദനബി വന്നിറങ്ങിയത് ഈ പർവ്വതത്തിന് മുകളിലാണ്. ഭൂമിയിലെത്തിയ ആദനബി തന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്താപത്തോടെ ഒരു കാലിൽ മാത്രം ഊന്നി ദീർഘകാലം ഈ മലമുകളിൽ പ്രാർത്ഥനയോടെ നിന്നു എന്നും അങ്ങനെ ഉണ്ടായതാണ് അവിടെ കാണുന്ന ആ വലിയ പാദമുദ്ര എന്നുമാണ് വിശ്വാസങ്ങൾ വ്യക്തമാക്കുന്നത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് മക്കയിലെ അറഫ മൈതാനത്ത് വെച്ച് ആദം നബിയും ഹവ്വാ ബീവിയും തമ്മിൽ വീണ്ടും കണ്ടുമുട്ടുന്നത്. ഈ മലമുകളിലുള്ള കാൽപ്പാടിന് ഏകദേശം 5 അടി 7 ഇഞ്ച് നീളവും 2 അടി 6 ഇഞ്ച് വീതിയുമുണ്ട്. ഇത്രയും വലിയൊരു പാദമുദ്ര സാധാരണ ഒരു മനുഷ്യന്റേതാകാൻ വഴിയില്ല എന്നതുകൊണ്ട് ഇതിന്റെ പിന്നിലെ സത്യം തേടി ഒട്ടനവധി ഗവേഷകരും ഇവിടെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിഖ്യാത ലോകസഞ്ചാരി ഇബ്നു ബത്തൂത്തയും ചരിത്ര പ്രസിദ്ധനായ മാർക്കോ പോളോയും ഈ മലമുകളിൽ സന്ദർശിക്കുകയും തങ്ങളുടെ യാത്രാ വിവരണങ്ങളിൽ ഈ അത്ഭുത കാൽപ്പാടിനെ കുറിച്ച് വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ മുസ്ലിം ചരിത്രവുമായ ബന്ധപ്പെട്ട ചില പുരാതന ഗ്രന്ഥങ്ങളിൽ പോലും മലബാറിലുള്ള ആദ്യകാല മുസ്ലിങ്ങൾ ഈ ആദംസ് പീക്ക് സന്ദർശിച്ചു മടങ്ങി വന്നവരാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കേവലം ഒരു മതവിശ്വാസത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ പ്രദേശം. ബുദ്ധമതക്കാർ ഇത് ഗൗതമ ബുദ്ധന്റെ പാദമുദ്രയാണെന്ന് വിശ്വസിക്കുമ്പോൾ ഹിന്ദുക്കൾ ഇത് പരമശിവന്റെ താണ്ഡവ നൃത്തത്തിനിടയിൽ പതിഞ്ഞ കാൽപ്പാടാണെന്ന് കരുതുന്നു. ചില ക്രിസ്ത്യൻ വിശ്വാസങ്ങൾ ഇത് സെന്റ് തോമസിന്റെ കാൽപ്പാടാണെന്നും പറയുന്നുണ്ട്. എന്തായാലും വ്യത്യസ്ത വിശ്വാസങ്ങളുള്ള ആളുകൾ യാതൊരുവിധ തർക്കങ്ങളുമില്ലാതെ ഒരേപോലെ വന്ന് ആരാധന നടത്തുന്ന ലോകത്തിലെ അപൂർവം ചില സ്ഥലങ്ങളിൽ ഒന്നാണിത്. ഡിസംബർ മാസം മുതൽ മെയ് മാസം വരെയുള്ള സമയത്താണ് ഇവിടേക്ക് ആളുകൾ കൂട്ടമായി ഒഴുകിയെത്തുന്നത്. മലമുകളിലേക്ക് കയറാൻ മാത്രം 5500-ലധികം കുത്തനെയുള്ള പടവുകൾ ഇവിടെയുണ്ട്. കഠിനമായ ഈ പാത താണ്ടി ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഓരോ വർഷവും ഈ അത്ഭുതം നേരിൽ കാണാൻ എത്തുന്നത്. പുലർച്ചെ സൂര്യൻ ഉദിച്ചുയരുന്ന സമയത്ത് ഈ മലയുടെ നിഴൽ കൃത്യമായ ഒരു ത്രികോണ ആകൃതിയിൽ താഴെയുള്ള താഴ്വരകളിൽ പതിക്കുന്നത് മനോഹരമായ കാഴ്ചയും ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. വിശ്വാസങ്ങളും ചരിത്ര സത്യങ്ങളും ഒരേപോലെ കോർത്തിണക്കുന്ന ഈ കാൽപ്പാട് ഇന്നും മനുഷ്യന് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായി നിലകൊള്ളുന്നു. ശാസ്ത്രം എത്രയൊക്കെ വളർന്നാലും പ്രകൃതി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾക്ക് മുന്നിൽ പലപ്പോഴും നമ്മൾ പകച്ചു പോകാറുണ്ട്. ഇത്രയും വലിയൊരു ചരിത്രമുള്ള ആദം നബിയുടെ കാൽപ്പാടായി വിശ്വസിക്കപ്പെടുന്ന ഈ വിസ്മയത്തെക്കുറിച്ച് എന്നും നമ്മുടെ നാട്ടിൽ ഭൂരിഭാഗം ആളുകൾക്കും കൃത്യമായി അറിയില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.